അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദുആ ചെയ്യാൻ ഒരുപാട് കമന്റുകൾ കണ്ടിരുന്നു. ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ദുആ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾ 7 ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും മാറുന്നതാണ്. ഇനി ഏത് പ്രയാസങ്ങളാണ്, എന്ത് പ്രയാസങ്ങളാണ് എന്നൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ദുഃഖകരമായിട്ടുള്ള, ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും ഹൈറായിട്ടുള്ളത് നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. നമ്മുടെ മോശപ്പെട്ട സമയങ്ങളെല്ലാം മാറി നമ്മുടെ ജീവിതത്തിൽ നല്ല ഹൈറും ബർക്കത്തും ഉണ്ടാകുന്നതാണ് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു മോശമായ കാര്യത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമ്മളിലേക്ക് തന്നെ അത് ഏൽക്കുക തന്നെ ചെയ്യും. ഒരു നെഗറ്റീവ് ഇപ്പം നിങ്ങൾക്കൊരാളുമായിട്ട് ശത്രുതയുണ്ട്, അയാൾക്ക് ഇന്നത് സംഭവിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളിലേക്ക് അതിൻ്റെ ദോഷവൃത്തുകളൊക്കെ, ദോഷമായ കാര്യങ്ങൾ നമ്മളിൽ വന്ന് ചേരും. പിന്നീട് അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായി മാറുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ മുസമ്മിൽ ഓതുക. ഇങ്ങനെ 7 ദിവസം, ഒരു ദിവസം 2 എണ്ണം വെച്ച് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം 2 പ്രാവശ്യം സൂറത്തുൽ മുസമ്മിൽ ഓതുക. അങ്ങനെ 7 ദിവസം തുടർച്ചയായി ഓതുക. നമ്മുടെ മനസ്സിലുള്ള കാര്യം ഹൈറായിട്ടുള്ളത് ആണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അത് എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തി തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നീട് നമ്മൾ ഇപ്പം ഞാനിത് പറഞ്ഞത് കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. ഇതെൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം. കാരണം ഞാനിത് ചെയ്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിലൂടെ അത്രയ്ക്ക് മോശകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടി. ഞാൻ നിയ്യത്ത് വെച്ച് ഞാൻ 7 ദിവസം ഇങ്ങനെ ചൊല്ലിയേക്കാം എന്ന് ഞാൻ നിയ്യത്ത് വെച്ചിട്ടാണ് ഞാനിത് ഓതിയത്. അതുകൊണ്ട് എല്ലാവരും ഇത് നിയ്യത്ത് വെച്ചതിന് ശേഷം ഓതാൻ ശ്രമിക്കുക. ഓതിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു തആലയോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ച് തരണേ റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പിടിച്ചു വാങ്ങിക്കുക. കരഞ്ഞുകൊണ്ട്, കാരണം എനിക്കിത് തന്നേ പറ്റൂ, എനിക്കിത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഞാൻ ഓതിയിരുന്നത് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമാണ്. നിങ്ങൾക്ക് ഇനി എപ്പോഴാണോ ചെല്ലാൻ പറ്റുന്നത് ആ സമയം നോക്കി നിങ്ങൾ ചെല്ലുക. പിന്നെ ഞാൻ ഇതിൽ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഞാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉത്തരം കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും എന്ന് ഒരു തോന്നൽ മനസ്സിൽ, ആ ഒരു തോന്നൽ വെച്ചുകൊണ്ട് ആരും ചെയ്യാൻ പാടില്ല. മനസ്സിൽ ദൃഢമായ വിശ്വാസം വേണം, ഉറപ്പ് വേണം. ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകും എന്നുള്ള ഒരു ഉറപ്പായ വിശ്വാസമുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഉറപ്പായിട്ടും തരും. അല്ലാഹു തആലയെ മുറുകെ പിടിക്കുക. ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ഇത് നിയ്യത്ത് വെച്ച് എല്ലാവരും ചൊല്ലുക. 7 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിനു മുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നടന്നു കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ അതിനുള്ള വഴി എങ്ങനെയെങ്കിലും നമ്മുടെ മുന്നിൽ അല്ലാഹു തആല കൊണ്ടുതരും ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു തആലയെ മുറുകെ പിടിക്കുക. കൂടുതലായിട്ട് നമസ്കാരത്തിന് ശേഷം കൂടുതലായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹുവിനോട് പാപമോചനത്തിന് തേടുക. ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞു ദുആ ചെയ്യുക. നല്ലൊരു ജീവിതത്തിലേക്ക് വരിക. അല്ലാഹുവുമായി കൂടുതൽ അടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.